ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. പ്ലസ് ടു അക്കൗണ്ടൻസിലെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു അക്കൗണ്ടൻസിലെ AFS കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസും ഒരേപോലെ പഠിക്കേണ്ട 4 ചാപ്റ്റേഴ്സ്, അതായത് പാർട്ട് 1 സെക്ഷനിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഓരോ പാഠത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, എല്ലാ തിയറീസും എല്ലാ പ്രോബ്ലംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാഠങ്ങളും നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. പിന്നീട് നമുക്കിപ്പോൾ കുറച്ച് കുട്ടികൾ അധികം പേരും മെസ്സേജ് അയക്കുന്നുണ്ട്, ക്രാഷ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ 10 ഡേയ്സിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ട്. ക്രാഷ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് പോലെ തന്നെ ഒരു സബ്ജക്റ്റിന് 500 റുപ്പീസ്, എല്ലാ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ട് എല്ലാം ഉണ്ടാവും. ഓരോ പാഠത്തിന് നിങ്ങൾക്കൊരു പാഠം അറിയില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ക്രാഷ് ബാച്ചിൽ ഉണ്ടായിരിക്കും. 10 ഡേയ്സിൻ്റെ ക്ലാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഫ്റ്റർ മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാമിന് ശേഷമേ നമ്മൾ എടുക്കുള്ളൂ 10 ഡേയ്സിൻ്റെ ബാച്ച്. അതിൽ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. ഓൺലി ഷുവർ ക്വസ്റ്റ്യൻ, എക്സാമിന് വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. ഏതാണ് ചോദ്യം, അതിൻ്റെ ഉത്തരം എന്താണ്, അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ മോഡൽ എക്സാമിന് ശേഷം ആകുമ്പോൾ അതിൻ്റേതായ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. 10 ദിവസമേ ഉണ്ടാവുള്ളൂ. മോഡൽ എക്സാം കഴിഞ്ഞ് ഫെബ്രുവരി 22 സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച് 2 സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ 2 ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർ 7907664613 എന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 1ലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കാനുണ്ട് അല്ലേ, എല്ലാം പഠിക്കാനുണ്ട്. പിന്നെ മുൻകൂട്ടിയിട്ടൊരു കാര്യം പറയാം, പാർട്ട് 1 എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ നമുക്ക് 4 പാഠങ്ങളും 8-9 മാർക്കിനേക്കാൾ മുകളിലാണ് വെയിറ്റേജ് എടുക്കുന്നത്. ഒരു പാഠത്തിൽ നിന്ന് തന്നെ 10 മാർക്കോളം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ എല്ലാ പോർഷൻസും മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ പാർട്ട് 1 കൂടുതൽ മുൻതൂക്കം നോക്കി പഠിക്കണം. AFSൻ്റെ ടെക്സ്റ്റിനേക്കാളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റിനേക്കാളും. കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് കേട്ടോ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ അല്ല. ഇനി ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് ആയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് 3 മാർക്കിന്. എന്താണ് പാർട്ട്ണർഷിപ്പ്? ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ ഹാവിങ് മ്യൂച്വൽ എഗ്രിമെൻറ്റ്, പ്രോഫിറ്റ് ഷെയറിങ് ഇൻ ഫ്യൂച്ചർ. അതായത് ഒരു ബിസിനസ് നടത്താൻ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് മിനിമം നമ്പർ എത്ര പേര്, മാക്സിമം നമ്പേഴ്സ്, മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം, പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 4 എണ്ണം മതിയാവും, അതിന് കൂടുതൽ വേണ്ട. പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡും അതിൻ്റെ കണ്ടന്റും, റിട്ടേൺ ഡോക്യുമെന്റ് ഓർ റിട്ടേൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഓഫ് കൺസെന്റ്. 2-3 പാർട്ട്നേഴ്സ് തമ്മിലുള്ള സമ്മതപ്രകാരമുള്ള അവരുടെ എഗ്രിമെന്റിന്റെ റിട്ടേൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി റൂൾസ് ഇൻ ആബ്സെൻസ് ഓഫ് ഡീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ 4 മാർക്കിന് ചോദിക്കും കേട്ടോ. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യുക, ബാക്കിയുള്ളൊന്നും കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. ഇതൊക്കെ തിയറിയാണ് കേട്ടോ. ഇതിൻ്റെ ഫിക്സ്ഡും ഫ്ലക്ച്വേറ്റും തമ്മിലുള്ള ഡിഫറൻസസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ തിയറിയാണ്. PRL അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോബ്ലം ആണ് നമുക്ക് ചോദിക്കുക. 5 മാർക്കിനാണ് കേട്ടോ ചോദിക്കാറ്, 5 മാർക്കിന്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് പ്രോബ്ലം ആണ്, 5 മാർക്കിനാണ് ചോദിക്കാറ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രോബ്ലം ആണ്, 3 മാർക്കിനാണ് ചോദിക്കുക. 2 ടൈപ്പ് ഉണ്ട്, ഓൺ പ്രോഡക്റ്റ് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് പീരിയഡ് മെത്തേഡും ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് പ്രോബ്ലം ആണ്, 2 മാർക്കിനോ 3 മാർക്കിനോ ആണ് ചോദിക്കാറ്. ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണർ അതും പ്രോബ്ലം ആണ്, അത് നമുക്ക് ഇതുപോലെ തന്നെ 4 മാർക്ക് 5 മാർക്കിനൊക്കെയാണ് ചോദിക്കാം. ഇതൊക്കെ ഷുവറാണ്. എല്ലാം ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കേണ്ട എന്ന് പറയാനോ ഇമ്പോർട്ടൻ്റ് അല്ലാന്നോ പറയാൻ പറ്റില്ല. ഇനി ഈ ടോപ്പിക്കുകളൊന്നും അറിയില്ല, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഓരോ ചാപ്റ്റർ വൈസ് നമ്മളിതെല്ലാം പറഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാം വെച്ചിട്ട് ഓരോ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളതിൽ വർക്കൗട്ട് ചെയ്യാറ്. അതായത് ക്രാഷ് ബാച്ചിൻ്റെ എല്ലാ ക്ലാസ്സിലും ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ടെക്സ്റ്റ് വൈസ് പ്രോബ്ലംസിനേക്കാൾ കൂടുതൽ മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ PYQ സെക്ഷൻ വരുമ്പോൾ അവർക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം. പ്രോബ്ലംസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒപ്പം നമ്മുടെ തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. തിയറി മാത്രം പഠിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല, പ്രോബ്ലം മാത്രം പഠിച്ചാലും ജയിക്കുമെന്ന് ഉറപ്പില്ല. രണ്ടും ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ചില തിയറീസിനേക്കാൾ എളുപ്പമാണ് പ്രോബ്ലംസ്, ചില പ്രോബ്ലംസിനേക്കാൾ എളുപ്പമാണ് തിയറീസ്. അതുകൊണ്ടാണ് അക്കൗണ്ടൻസിയിൽ ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഇത്രയും ടോപ്പിക്ക് പഠിക്കുക. ഇവിടെ ജേർണൽ എൻട്രിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മാക്സിമം നമുക്ക് ഇവിടെ ജേർണൽ എൻട്രി അങ്ങനെ ചോദിക്കാറില്ല. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ ഒന്നും കൂടി ശ്രദ്ധിക്കാമല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 10, 14, 16 മാർക്കിൻ്റെ വെയിറ്റേജ് ഈ പാഠത്തിൽ നിന്ന് മാത്രമുണ്ട്. ഈ 4 പാഠങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. 4 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനേക്കാൾ ഒരു പടി മുന്നിൽ ആരാണ്? ഈ സെക്കൻഡ് ചാപ്റ്ററാണ് നിൽക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ് പുതുക്കി പണിയുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കത് 2 മാർക്കിനെ ചോദിക്കാറുള്ളൂ കേട്ടോ. അതായത് അഡ്മിഷൻ വരുമ്പോൾ, റിട്ടയർമെൻറ്റ് വരുമ്പോൾ, പ്രോഫിറ്റ് റേഷ്യോ ചേഞ്ച് ആകുമ്പോൾ, ഒരാൾക്ക് ഡെത്ത് സംഭവിക്കുമ്പോൾ, പാർട്ട്ണർ ഇൻസാനിറ്റി ആകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു 4-5 മോഡ്സുകൾ. റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ അല്ല, റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ ആണ് കേട്ടോ. റൈറ്റ്സ് ഓഫ് നോട്ട് കൺസ്യൂമർ, റൈറ്റ്സ് ഓഫ് ന്യൂ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറുടെ റൈറ്റുകൾ, 2 റൈറ്റേ ഉള്ളൂ അദ്ദേഹത്തിന്. റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. 2 മാർക്ക്. പിന്നെ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രി ചോദിക്കും. അതുപോലെ തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കും. റിവാലുവേഷൻ അക്കൗണ്ട് ഒരു പ്രോബ്ലം ആയിട്ട് സെപ്പറേറ്റ് നമുക്കൊരു 3 മാർക്കിനും ചോദിക്കും. റിവാലുവേഷൻ അക്കൗണ്ട് ഓൺലി. റിവാലുവേഷൻ അക്കൗണ്ടിൽ അസറ്റ് ഇൻക്രീസ് ചെയ്ത ക്രെഡിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്ത ഡെബിറ്റ്, അങ്ങനെയുള്ള ജേർണൽ എൻട്രീസ് അത് ചോദിക്കാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്കിവിടെ 8 മാർക്കിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലം ക്വസ്റ്റ്യനിൽ ഒരു റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, ന്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ടെങ്കിൽ കാണാം. മോഡൽ എക്സാം സ്പെഷ്യലായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ദെൻ ഗുഡ് വില്ലിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ. ഇത് തിയറിയാണ്, 3 മാർക്കിനെ ചോദിക്കുള്ളൂ. എന്താണ് ഗുഡ് വിൽ എന്നും അതിൻ്റെ ഫാക്ടേഴ്സ് നേച്ചർ ഓഫ് ദി ഫേം, അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, അങ്ങനെ തുടങ്ങിയ അതിൻ്റെ ഫാക്ടേഴ്സ്, അതായത് ഒരു ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണക്കാക്കുന്നതിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. തിയറി ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജേർണൽ എൻട്രി ഇതിൽ നമുക്ക് 4 മാർക്കിനൊക്കെയാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. പുതിയ ആൾ വരുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ് വില്ല് കൊണ്ടുവന്നു, ഗുഡ് വില്ല് അവർ വീതിച്ചെടുത്തു വിത്ത് സാക്രിഫൈസിങ് റേഷ്യോ, അങ്ങനെ 4 മാർക്കിന്. അതായത് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള 1 മാർക്കും, ജേർണൽ എൻട്രിക്ക് ഒരു 1.5 മാർക്കും, പിന്നെ വീതിച്ച് കൊടുക്കണതിനൊക്കെ 1 മാർക്ക്, അങ്ങനെ 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരും. ജേർണൽ എൻട്രി എളുപ്പമാണ്, പഠിക്കുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എക്സാമിന് വരാറുണ്ട്. 3 മാർക്കിനും വരാറുണ്ട്, 4 മാർക്കിനും വരാറുണ്ട്. അത് സാധാരണ സൂപ്പർ പ്രോഫിറ്റ് ആവറേജ് വരാറുള്ളൂ. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പഠിക്കാം. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വരാറ് ക്യാപിറ്റലൈസ്ഡ് ആണ്. എന്ന് വെച്ച് ഇത് വന്നു കഴിഞ്ഞാൽ മിസ്സല്ലേ പറഞ്ഞാൽ അത് വരെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 3 മെത്തേഡിലും പഠിക്കാം. 3 മെത്തേഡിലും നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ തിയറിയാണ് കേട്ടോ. ഇനി പിന്നീട് ഈ പാഠത്തിൽ പഠിക്കേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ 2 മാർക്കിന് പഠിക്കണം, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനും 2 മാർക്കിന് പഠിക്കണം. ഇതിൽ റേഷ്യോസ് കണ്ടുപിടിച്ചിട്ട് വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജേർണൽ എൻട്രി ചെയ്താലാണ് മാക്സിമം വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നെറ്റിലെടുത്തു കഴിഞ്ഞാൽ ഒരു സാക്രിഫൈസിങ് റേഷ്യോ, ഒരു ന്യൂ റേഷ്യോ, ഈ പാഠത്തു നിന്നുള്ള ജേർണൽ എൻട്രി, ഒരു ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, ഒരു 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യന്, ഒരു തിയറി ക്വസ്റ്റ്യൻ, ഇത് മാത്രം ഈ പാഠത്തിൽ ചോദിക്കാറുണ്ട്. അപ്പം എത്ര മാർക്കാണെന്നറിയോ?
ഇതൊക്കെ 2 മാർക്കാണ്. ഇത് 3 മാർക്ക്, ഇത് 3 മാർക്ക്, ഇത് 8 മാർക്ക്, ഇതൊരു 4 മാർക്ക് തീർന്നു. ഓക്കെ, അപ്പോൾ 8, 10, 15, 17, 18ഓളം മാർക്ക് ഇതിലാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ ഈ പാഠം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കുക. യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ടോ ജോയിൻ ഏതെങ്കിലും എവിടെന്നെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഈ പാഠം വിടാതെ പഠിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്റർ റിട്ടയർമെൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു 8-10 മാർക്കിൻ്റെ വാല്യൂ, അതായത് 4 പാഠങ്ങളിൽ നിന്ന് കുറച്ചൊരു താഴെ നിൽക്കുന്ന പോയിന്റുള്ള പാഠം. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് ജേർണൽ എൻട്രി ആണ്. മെയിനായിട്ട് ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ ഒരാൾ റിട്ടയർ സംഭവിക്കുമ്പോൾ റിസർവുകൾ എങ്ങനെ വീതിച്ചു കൊടുക്കുന്നു, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ കൊടുക്കുന്നു, ദെൻ അയാൾക്ക് ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ദെൻ അതിൻ്റെ ഒക്കെ ജേർണൽ എൻട്രി ഉണ്ട്. അയാളുടെ എമൗണ്ട് ഡ്യൂ ടു ലോൺ അക്കൗണ്ട് വരച്ചിട്ട് എങ്ങനെ എമൗണ്ട് കൊടുക്കാം, പിന്നെ അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്, എത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കൊടുത്തു, അപ്പം എമൗണ്ട്, അതായത് റുപ്പീസ് എമൗണ്ട് ഡ്യൂ ടു ഹിം, അതായത് അയാൾക്ക് എത്ര രൂപ ഡ്യൂ ആയെന്ന് കണ്ടുപിടിച്ച് ജേർണൽ എൻട്രി, പ്രോഫിറ്റ് എത്ര ദിവസത്തെ കൊടുക്കണം, അങ്ങനെ തുടങ്ങിയ എല്ലാ ജേർണൽ എൻട്രീസും ഈ പാഠത്തിൽ നിന്നാണ് വരിക. ഒക്കെ ഏതെങ്കിലും ഒരു ജേർണൽ എൻട്രി ആണ് വരുള്ളൂ കേട്ടോ, അതും പറയണമല്ലോ. അത് ചിലപ്പോൾ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനാണ് മാക്സിമം വരാറ്, എമൗണ്ട് കൊടുക്കണത്. പ്രോഫിറ്റ് എത്ര രൂപ കൊടുക്കണം, എങ്ങനെ കൊടുക്കാം, ഗുഡ്വിൽ, ഇത് രണ്ടുമാണ് മാക്സിമം വരുന്നത്. പിന്നെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഇത് നമുക്കൊരു 4 മാർക്കിനൊക്കെ ആയിട്ടാ ചോദിക്കാറ്. ഇത് നമുക്ക് 4 മാർക്കിൻ്റെ ജേർണൽ എൻട്രി ആണ്. ഗെയിനിങ് റേഷ്യോ നമുക്ക് 1 മാർക്കിനൊക്കെ വരുള്ളൂ. അത് നല്ല സുഖമായിട്ട് കണ്ടുപിടിക്കുക, അതുകൊണ്ടാണ് അത് 1 മാർക്കിന് വരുന്നത്. നെക്സ്റ്റ് ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ. ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്നുണ്ട്. 3 മാർക്ക് എന്ന് പറയുമ്പോൾ 3 ഇയർലി ആവും, 4 മാർക്ക് എന്ന് പറയുമ്പോൾ 4 വർഷത്തെ കാൽക്കുലേഷനാണ് ഉള്ളത്. ഇനി ഇത് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല പോലെ അവർ അവോയ്ഡ് ചെയ്തതായിരുന്നു ലോൺ അക്കൗണ്ട് എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ദെൻ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വരില്ല. ഡയറക്റ്റ് യു ഹാവ് ടു പ്രിപ്പയർ റിട്ടയറിംഗ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയല്ല ചോദിക്കുക. നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് തരും. അതായത് ഇവരുടെ ബാലൻസ് ഷീറ്റൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനും പറയാം. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അതായത് ഒരു പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള കാശ് എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ തയ്യാറാക്കേണ്ടതാണ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് ആ പൈസയാണ് നമ്മൾ അവർക്ക് വിധിച്ചു കൊടുക്കുക. ദെൻ ഈ പാഠത്തിൽ നിന്ന് വേറൊരു എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസസ്. 3 മാർക്കിനാണ് ചോദിക്കട്ടെ. ഇത് 5 മാർക്കിന് വരെ പോണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മാർക്ക് വരെ നമുക്ക് പോവാം. ഇനി ഇതിൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാഠത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കണത്, ഇപ്പോൾ റിട്ടയറും ഒരു പ്രോഫിറ്റ് നമ്മളോട് തരും. പ്രോഫിറ്റ് ഓഫ് ദ ഇയർ, അതായത് ആ വർഷത്തെ പ്രോഫിറ്റ് ഒന്നെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ആവും, അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആവും. അങ്ങനെ പ്രോഫിറ്റ് തന്നു കഴിഞ്ഞിട്ട് അതിലെ ഷെയർ ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ കണ്ടുപിടിക്കാൻ പറയും. റിട്ടയർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഡിസീസ്ഡ് മരണപ്പെട്ടു പോയ പാർട്ട്ണറുടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ജേർണൽ എഴുതാൻ പറയും. ഇതാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചത് ഒരു 3 മാർക്കിന്. അതായത് എത്ര രൂപയാണ് കണ്ടുപിടിച്ചിട്ട് അത് അയാൾക്ക് കൊടുക്കാനുള്ള ജേർണൽ എൻട്രി. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ആണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെയാണ് അതിൻ്റെ 2 ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഈ ജേർണൽ എൻട്രീസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പാഠം ഇത്രയും ടോപ്പിക്കുകളാണ് അവിടെ പഠിക്കേണ്ടുള്ളൂ. ഇനി അടുത്ത പാഠമാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇവിടെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അതായത് ഒരു ഡിഫറൻസ് പഠിക്കാനുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫേമും പാർട്ട്ണർഷിപ്പും. ഒരു സ്ഥാപനം അടച്ചു പൂട്ടുന്നതും ഒരു പാർട്ട്ണർഷിപ്പ് അടച്ചു പൂട്ടുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ദെൻ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം നമുക്ക് ഇപ്പോൾ സാധാരണ 8 മാർക്കിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. പക്ഷേ ഇപ്പോൾ 6 മാർക്കിലേക്ക് തള്ളപ്പെട്ടിട്ട് 6 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രോബ്ലം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് അറിയണം. പിന്നെ ജേർണൽ എൻട്രി ഷുവർ ആണ്. അതായത് ഇത് നമുക്ക് 8 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ ചോദിക്കും. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഇനി ജേർണൽ എൻട്രി ഷുവർ ആണെന്ന് പറയാനുള്ള കാരണം ജേർണൽ എൻട്രി നമുക്കൊരു 4 മാർക്ക് വരെ ജേർണൽ എൻട്രി പോവാം ഓൺ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതും പാർട്ട്ണർ ടേക്ക് ഓവർ നടത്തി പാർട്ട്ണർ വിറ്റു എന്നൊക്കെ പറയുന്ന ആ ജേർണൽ എൻട്രി ആണ് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ജേർണൽ എൻട്രീസ്. പിന്നീട് നമുക്ക് ഇവിടെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ, റിവാലുവേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസസ്, അതും നമുക്ക് 5 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഇങ്ങനെയാണ് 4ാം പാഠത്തിന്റെ അവസ്ഥ. അപ്പോൾ ഓരോ പാഠവും ഇപ്പൊ ഏതൊക്കെ ടോപ്പിക് എങ്ങനെയൊക്കെ പ്രോബ്ലം വരാം, എങ്ങനെയൊക്കെ തിയറി വരാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക. പിന്നെ ക്രാഷ് ബാച്ചുകൾ വേണം, അല്ലെങ്കിൽ 10 ഡേയ്സിന്റെ ഷുവർ ക്വസ്റ്റ്യൻ്റെ ബാച്ച് വേണം എന്നുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, താങ്ക് യു സോ മച്ച്.